വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപകൽ സമരം നടത്തുന്നതിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിൽ വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ വാഹന പ്രചരണ ജാഥ നടത്തി. ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി.എ. റജികുമാർ നയിക്കുന്ന ജാഥയ്ക്ക് മല്ലപ്പള്ളിയിൽ വൻ സ്വീകരണം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ഫെബ്രുവരി 19, 20 തീയതികളിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചും രാപകൽ സമരവും നടത്തുന്നതിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി.എ. റജികുമാർ ക്യാപ്റ്റനായ ജില്ലാ പ്രചരണ ജാഥയാണ് മല്ലപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ചത്. ടി.എ. റജികുമാർ ക്യാപ്റ്റൻ, ബി. മുരളീധരൻ വൈസ് ക്യാപ്റ്റൻ, കെ.ആർ. സരസ്വതി ജാഥ മാനേജരുമായ ജാഥയിൽ പി.ആർ. കുട്ടപ്പൻ, പ്രമോദ് കണ്ണങ്കര, സലിം സുലൈമാൻ, ബിനു വർഗീസ്, കെ. ശുഭ, ലത്തീഫ് അടൂർ, മഞ്ജു, അനീഷ് കുമാർ എന്നിവർ അംഗങ്ങളുമായ ജില്ലാ പ്രചരണ ജാഥയാണ് ജില്ലയിലെ മല്ലപ്പള്ളി, ഇരവിപേരൂർ, കോഴഞ്ചേരി, പത്തനംതിട്ട, കോന്നി, കൊടുമൺ, അടൂർ, പന്തളം എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം തിരുവല്ലയിൽ സമാപിച്ചത്. ജാഥയുടെ ഉദ്ഘാടനം മല്ലപ്പള്ളിയിൽ CITU ജില്ലാ പ്രസിഡന്റ് എസ്. ഹരിദാസ് നിർവഹിച്ചു. നമുക്കറിയാം, കേരളത്തിലെ പ്രധാനപ്പെട്ട ചില കോർപ്പറേഷനുകളിൽ വലിയ സമരങ്ങൾ നടന്നിട്ടുണ്ട് ഈ മേഖലയിൽ. കാരണം അവരുടെ വ്യാപാരത്തെ വ്യാപാരത്തെ മോശപ്പെട്ട രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് പഞ്ചായത്തുകളിൽ നടപ്പാക്കാൻ ആവശ്യമായ നിയമം കൊണ്ടുവരണം. ഇപ്പം നമുക്കറിയാം, ഒരു ഗ്രാമീണ റോഡിൽ കൂടി സഞ്ചരിച്ചാലും, നമ്മുടെ ജില്ലാ റോഡുകളിൽ കൂടി സഞ്ചരിച്ചാലും, സ്റ്റേറ്റ് ഹൈവേ കൂടെ സഞ്ചരിച്ചാലും എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് ഈ തെരുവ് കച്ചവടം നടത്തി ഇവർ ഉപജീവനം നടത്തുന്നത്. ഇപ്പൊ അവര് വെയിൽ വന്നാലും മഴ വന്നാലും അതെല്ലാം സഹിച്ചാണ് ഈ കച്ചവടം നടത്തുന്നത്. ജനങ്ങൾ അവർക്ക് സഹകരിക്കുന്നുണ്ട്. CPM മല്ലപ്പള്ളി ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് അധ്യക്ഷത വഹിച്ചു. കെ. സുകുമാരൻ, മനുഭായ് മോഹൻ, ജോളി റെജി, ജോയേഷ് പോത്തൻ, റെജി പോൾ, സനീഷ് സാജൻ, കെ. സുരേഷ്, കുട്ടപ്പൻ എന്നിവർ പ്രസംഗിച്ചു. സ്വീകരണത്തിന് ജാഥ ക്യാപ്റ്റൻ ടി.എ. റജികുമാർ നന്ദി പറഞ്ഞു. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ചില വ്യാപാരികളുടെ ബിനാമികളായി അന്യസംസ്ഥാന തൊഴിലാളികളെ പെട്ടിവണ്ടിയിൽ ഇറക്കി ആ ചന്ത തകർക്കുന്നതിന് വേണ്ടിയുള്ള കച്ചവടമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ സംഘടിച്ച് പരിശോധന നടത്തി. പരിശോധന നടത്തിയപ്പോ ഇവിടുത്തെ കുത്തക മുതലാളിമാരുടെ ബിനാമി കച്ചവടക്കാരായി നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള മല്ലപ്പള്ളിയിലെ കൃഷ്ണപുരം ചന്തയ്ക്ക് തൊട്ടുമുന്നിൽ മല്ലപ്പള്ളി പ്രദേശങ്ങളിലെ മലമ്പ്രദേശങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി ഉള്ള ചന്ത, ആ ചന്തയിൽ കച്ചവടം ചെയ്യാൻ വരുന്ന സാധാരണപ്പെട്ട കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വന്നിട്ടുള്ള ബിനാമി കച്ചവടക്കാരെ ഉന്മൂലനം ചെയ്യണം എന്ന ഇവിടുത്തെ വഴിയോര കച്ചവട സമിതി ആവശ്യപ്പെടുകയുണ്ടായി. ഞങ്ങൾ ഈ വ്യാപാര മേഖലയിൽ നടത്തിയിട്ടുള്ള തട്ടിപ്പ്, കുത്തക മുതലാളിമാർ നടത്തുന്ന വ്യാപാര വഞ്ചന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് വിശദീകരിക്കുകയും തെളിവ് സഹിതം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോ അങ്ങനെ ബിനാമി കച്ചവടക്കാരെ ഉന്മൂലനം ചെയ്യാൻ കഴിയും. വഴിയോര കച്ചവട സംരക്ഷണ നിയമം ഗ്രാമപഞ്ചായത്തുകളിലും നടപ്പിലാക്കുക, സർവേ പൂർത്തീകരിച്ച മുഴുവൻ കച്ചവടക്കാർക്കും തിരിച്ചറിയൽ കാർഡും ലൈസൻസും നൽകുക, നിയമവിരുദ്ധമായി ഒഴിപ്പിക്കൽ നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക, തെരുവുകളിൽ അശാന്തി പടർത്തുന്ന വർഗീയവാദികളെ ഒറ്റപ്പെടുത്തുക, ചെറുകിട വ്യാപാര മേഖലയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക, വിലക്കയറ്റം സൃഷ്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും രാപകൽ ധർണയും നടത്തുന്നത്.